തുഫേലെ, നമുക്കൊരല്പം വൈകിയാണെങ്കിലും കൊച്ചിയിലെ തിളക്കമാർന്ന കോൺഗ്രസിൻ്റെ UDFിൻ്റെ വിജയത്തെക്കുറിച്ചൊന്നും സംസാരിക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിറയെ വിമതശല്യം ഉണ്ടായിരുന്ന കോർപ്പറേഷനാണ്. കോൺഗ്രസിൻ്റെ വിമതശല്യം നിറയെ ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്നിടത്തും വിമതനുണ്ടായിരുന്നു, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് വളക്കൂറുള്ള മണ്ണാണ് കൊച്ചി. പക്ഷെ കഴിഞ്ഞ തവണ അതിന് വിപരീതമായിട്ട് വിമതന്മാരുടെ ഒരു ശല്യം ഉണ്ടാകൊണ്ടും അതെ അന്ന് LDF 34 സീറ്റാണ് പിടിച്ചത് 2020. UDF 31 സീറ്റ്, സ്വതന്ത്രന്മാർ 4 സീറ്റ്. സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെയാണ് അനിൽകുമാറാണ് മേയറായി പോയത്. അപ്പോൾ എൻ്റെ സംശയം, UDFിൻ്റെ തിരിച്ചുവരവ് അത് ശരിക്കും VD സതീശൻ്റെ ജയമാണോ? ആ തിരിച്ചുവരവ് ഓരോ മണ്ഡലങ്ങളിലും എങ്ങനെയൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് ചുരുക്കി ഒന്ന് പറയാം. അതായത് നമ്മൾ 2025 ഇപ്പോൾ നടന്ന കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ 45-46 സീറ്റ് രണ്ടിനും കാണിക്കുന്നു. 45-നും 46 സീറ്റ്. എന്നാലും UDF ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം നമുക്കറിയാം 2015-ലും 2010-ലും 2015-ലും UDF ആണ് ഭരിച്ചത്. അന്ന് 2010 മുതൽ 2015 വരെ UDFിന്റെ ടോണി ചമ്മണിയായിരുന്നു അവിടുത്തെ മേയർ. 2015 മുതൽ 2020 വരെ സൗമിനി ജയൻ എന്ന് പറഞ്ഞ വനിതയായിരുന്നു. എന്നാൽ 2020-ലും UDF ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടിയാണ് രംഗത്തിറങ്ങിയതെങ്കിലും അന്ന് ഭയങ്കര വിമതന്മാരുടെ ശല്യവും 2020 V4 കൊച്ചി തുടങ്ങിയ സംഘടനകളുടെ ഒരു ശക്തമായിട്ടുണ്ടായിരുന്നു. UDFിന് 31 സീറ്റിൽ മാത്രം സ്വന്തമാക്കാനായുള്ളൂ. LDF 34 സീറ്റ്, BJP 5 സീറ്റ്, സ്വതന്ത്ര 4 സീറ്റ്. അങ്ങനെ സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി LDF 38 സീറ്റോടുകൂടി അവർ 5 വർഷം ഭരിച്ചു. LDF വളരെ നമ്മളൊന്ന് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു മികച്ച ഒരു പ്രകടനം തന്നെ. കോർപ്പറേഷൻ ഭരണം ഒരുവിധം കാരണം LDF നേട്ടമായി ഇക്കുറി പ്രധാനമായും ചർച്ചയിൽ വെച്ചത് ബ്രഹ്മപുരം മാലിന്യം പ്ലാന്റിന്റെ പ്രശ്നം പരിഹരിച്ചത്, പുതിയ കോർപ്പറേഷൻ മന്ദിരം, തുരുത്തി ഫ്ലാറ്റ് സമുച്ചയം, പുതിയ മാർക്കറ്റ് കോംപ്ലക്സ്, പിന്നെ സമൃദ്ധി കൊച്ചി. അത് എല്ലാവരും ദേശീയ അന്തർദേശീയ തലത്തിൽ സമൃദ്ധി കൊച്ചിയൊക്കെ ഭയങ്കര ചർച്ചയാണ്. ഇത് എടുത്തു പറയേണ്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VD സതീശന്റെ ഒരു തന്ത്രം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ VS ശിവകുമാറായിരുന്നു കൊല്ലത്ത് UDFിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനമായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തലക്കായിരുന്നു, കണ്ണൂരൊക്കെ വരികയാണെങ്കിൽ K സുധാകരനായിരുന്നു ചാർജ്. അപ്പോൾ ഇവർക്കെല്ലാം കഴിഞ്ഞ 2-3 ആഴ്ചയോളം VD സതീശൻ ഈ കൊച്ചി ക്യാമ്പ് ചെയ്ത് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അത് LDFിന്റെ തന്ത്രങ്ങളുടെ ചുമതല കൊടുത്തത് P രാജീവനായിരുന്നു. വ്യവസായ മന്ത്രി, കളമശ്ശേരിയിലെ MLA കൂടിയായ P രാജീവനായിരുന്നു. V4 കൊച്ചി എന്ന് പറഞ്ഞ ഒരു സംഘടന 2020 ശക്തമായിട്ടുണ്ടായിരുന്നു. അത് V4 കൊച്ചിയുടെ പ്രസൻസ് ശരിക്കും UDFിന് 2020 പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ഇത്തവണ 2025 V4 കൊച്ചി മത്സരിച്ചില്ല. എങ്കിലും 2020 ഇത്തവണ ഉണ്ടായിരുന്നു. 2020 ഉണ്ടായിരുന്നു. 2020 ഇത്തവണത്തെ വരികയാണെങ്കിൽ 4 സീറ്റിൽ മാത്രമേ UDFിനെ മറിച്ചിടാൻ തക്ക ശേഷി ഇത്തവണ 2020 ഇല്ലായിരുന്നു. പലയിടത്തും 54-56 ഡിവിഷനിൽ 2020 മത്സരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായി 54-56. പക്ഷേ 2020യുടെ പ്രസൻസ് ഇത്തവണ UDFിനെ ക്ഷീണിപ്പിച്ചില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, LDF ഞാൻ നേരത്തെ പറഞ്ഞ 34 സീറ്റ് ഉണ്ടായിരുന്ന LDF 20ലേക്ക് ചുരുങ്ങി. 14 സീറ്റാണ് LDFിന് ഈ കുറി നഷ്ടമായത്. ഇനി BJPയിലേക്ക് വരികയാണെങ്കിൽ BJP കഴിഞ്ഞ തവണ 5 സീറ്റായിരുന്നു. ഇത്തവണ അത് 1 സീറ്റ് മെച്ചപ്പെടുത്തി 6ലേക്ക് ഉയർന്നു. എന്തായാലും ഇനി നമ്മൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ആരായിരിക്കും കൊച്ചിയുടെ മേയർ ആയിരിക്കും എന്നുള്ള ചർച്ചകളാണ്. നമുക്ക് 3 പേരുകളാണ് കേൾക്കുന്നത്. പ്രധാനമായിട്ടും ഒന്ന് ദീപ്തി മേരി വർഗീസ്, അവര് KPCCയുടെ മീഡിയ സെൽ കൺവീനറാണ്. പിന്നെ VK മിനിമോള്, പിന്നെ ഷൈനി മാത്യു, ഇവരുടെ പേരുകളൊക്കെയാണ് പറയുന്നത്. പിന്നെ മാലിന്യ കുറുപ്പുണ്ട്. അങ്ങനെ നല്ലൊരു കൗൺസിലറാണ്. അതെ, മിനിമോൾ നല്ല ഒരു പ്രതിച്ഛായുള്ള ഒരു ഇമേജ് ഉള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നേരിയ എഡ്ജ് ദീപ്തി മേരി വർഗീസ് ആണെന്നാണ് പറഞ്ഞു നിൽക്കുന്ന മാധ്യമ റിപ്പോർട്ടുകളാണ്. വരും ദിവസം നാളെയോ മറ്റന്നാളോ 2 ദിവസമോ അത് അക്കാര്യത്തിൽ ഒരു ചർച്ച. എന്തായാലും LDFിൽ നിന്ന് ഐതിഹാസികമായ ജയത്തോടെ ഐതിഹാസികം എന്ന് പറയാൻ കഴിയില്ല. അത് കോൺഗ്രസിന്റെ സ്ഥലമാണ് കൊച്ചി. കോൺഗ്രസിന് എന്നും വളരെ വളക്കൂറുള്ള വോട്ട് ബേസ് ഉള്ളതാണ്. അതെ, ശരിക്കും കഴിഞ്ഞ തവണ ഇത്തരത്തിൽ LDF കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ, സീറ്റ് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കോ ആയിരുന്നു ആ സീറ്റ് നഷ്ടപ്പെടാൻ കാര്യം. ഇത്തവണ 9-10 വിമതന്മാരുണ്ടായിട്ട് പോലും എന്നിട്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരം ശരിക്കും വോട്ടാക്കി മാറ്റാൻ അത് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ
അവർക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാര്യം സോഷ്യൽ മീഡിയ ഏറ്റവും അധികം സജീവമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പണ്ടൊക്കെ ഇത്തരത്തിൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നത് CPM ആണ്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല വശം മനസ്സിലാക്കി കോൺഗ്രസ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസിനകത്ത് നിരവധി ഗ്രൂപ്പുകളുടെ മേൽ ഗ്രൂപ്പും ഒക്കെ ഉള്ള സ്ഥിതിക്ക് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന്റെ മെരിറ്റ് കാണിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഇവിടെ. അദ്ദേഹം DCC പ്രസിഡന്റിനെ ഷിയാസ് ഒക്കെ വളരെ നല്ല പങ്ക് വഹിച്ചു. ഷിയാസ് അടുത്ത് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയാണ്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പാണോ ശേഷമാണോ VD സതീശൻ ഉപയോഗിച്ച വാക്കാണ് ഐതിഹാസികമായ ജയം നേടും അങ്ങനെ ഒരു ബൈറ്റ് കൊടുത്തത്, ചാനലിൽ ബൈറ്റ് കൂടി കൊടുത്തത്. തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രത്തോളം ഈ വിജയം അവരെ സ്വാധീനിക്കും എന്നുള്ളൊരു വലിയ ഘടകം. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ അവര് ഇത്രയും നാളായിട്ടും കൊച്ചിയിൽ 1 or 2 സീറ്റ് മാത്രമേ LDF കിട്ടാറുള്ളൂ, പ്രത്യേകിച്ച് CPM. അതിലൊന്ന് ശർമ്മ ജയിക്കുന്ന സ്ഥലം അവിടെ വൈപ്പിൻ. അവിടെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA ആണ്. പിന്നെ കൊച്ചി KJ മാർക്സ് ഇപ്പൊ 2 തവണയായിട്ട് KJ മാർക്സ് ജയിക്കുന്നു. അതെ, ഇപ്പൊ ഭാഗ്യത്തിന് ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ കളമശ്ശേരി P രാജീവ് അല്ലെങ്കിൽ P രാജീവ് ഒക്കെ ജയിക്കാൻ വെള്ളം. നേരത്തെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് കളമശ്ശേരി എന്ന് പറയുന്ന UDF പ്രത്യേകിച്ച് നല്ല കോട്ടയാണ്, നല്ല ശക്തമായ വോട്ട് ബേസ് ഉള്ള അടിത്തറ വോട്ടർമാരുള്ള സ്ഥലമാണ്. UDF സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അന്ന് ഇബ്രാഹിം കുഞ്ഞിനെതിരെ പാലാരിവട്ടം പാലം അഴിമതി കേസും അങ്ങനെ ക്രമക്കേട് വിഷയങ്ങളുണ്ടായി. പിന്നെ അയാളുടെ മോനായിരുന്നു അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ മോനായിരുന്നു കളമശ്ശേരിയിൽ മത്സരിച്ച്. അതുകൊണ്ടും പിന്നെ ഒരു സ്വാഭാവികമായിട്ടും. പക്ഷെ ഇപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ എറണാകുളം ജില്ലയിലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിരവധി സമരമുഖങ്ങളിൽ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒക്കെ സമരമുഖത്ത് നിൽക്കുന്ന ഒരു യുവ നേതാവാണ്. 2 കോൺഗ്രസിന്റെ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ കൾച്ചർ കണ്ടിട്ടുണ്ട്, കൊച്ചിയിലെ കൾച്ചറും കണ്ടിട്ടുണ്ട്. കുറെ കൂടെ പോരാട്ട വീര്യം കൂടിയ കോൺഗ്രസ്സുകാരാണ് കൊച്ചിയിലുള്ളത്. അതെനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ യുവ നേതാക്കൾ ഇപ്പൊ ഹൈബി അവരുടെ വേണ്ടപ്പെട്ട ഒരു MP ആണ്. MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നല്ല പ്രകടനമാണ്. അപ്പം നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇപ്പോൾ ഉള്ള ജയം എന്ന് പറയുന്നത് നിയമസഭയിലേക്ക് അവർക്കൊരു മുതൽക്കൂട്ടാവും. ഈ പറയുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഒരു ലക്കിനാണ് BJP CPM LDF വന്നത്. പക്ഷേ അന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമതന്മാരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. പല കുറെ UDF സീറ്റ് കിട്ടാത്ത ഏറ്റവും വലിയ വിഷയം ഇത്തവണ ഉണ്ടായിരുന്നു. 9 or 10 ഒരുപാട് പേരെ VD സതീശൻ തന്നെ നേരിട്ട് ഫോൺ ചെയ്ത് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ്. ഒത്തിരി പേരെ വിളിച്ചു, പലരെയും VD സതീശൻ ഒതുക്കി നിർത്തി. മറ്റു പലരെയും നിന്നാലും പ്രശ്നം ഉണ്ടാകില്ല എന്ന് VD സതീശന് തോന്നിയത് കൊണ്ടാണ് അവരെയൊക്കെ വിളിച്ച് അദ്ദേഹം സംസാരിക്കാതിരുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് BJP തലസ്ഥാനം പിടിച്ചപ്പോൾ കൊച്ചിയിൽ ഇന്നും 4-5 സീറ്റിൽ കൂടുതൽ BJPക്ക് പൊങ്ങാനായിട്ടില്ല. അതൊരു വലിയ കാര്യം. ഒരു സീറ്റേ കൂടുതൽ കിട്ടില്ല. കഴിഞ്ഞ തവണ 2020 5 സീറ്റായിരുന്നു, ഇത്തവണ 6 സീറ്റ്, ഒരു സീറ്റേ കൂടിയുള്ളൂ. അവിടെയാണ് കൊച്ചിയുടെ മാഹാത്മ്യം നമ്മൾ എടുത്തു പറയേണ്ടത്. കാര്യം തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാനം കാവ്യവൽക്കരിക്കുമ്പോൾ ഇപ്പോഴും കാവ്യയിലേക്ക് എത്താൻ പെടാപ്പാട് അടിക്കുകയാണ് എറണാകുളം. അതുകൊണ്ട് അങ്ങനെ അങ്ങ് എറണാകുളത്തെ BJPക്ക് വിഴുങ്ങാനാകില്ല, RSSന് വിഴുങ്ങാനാകില്ല എന്ന സത്യവും കൂടെ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. എന്തായാലും കോൺഗ്രസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് VD സതീശനും ടീമിനും കൊച്ചി ഒരു ഷുവർ സീറ്റ്, കുറേയധികം ഇവിടുത്തെ എറണാകുളം ജില്ല ഭദ്രമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ.